എത്തിയ സമയത്ത് നമുക്ക് തിരമാലകളെല്ലാം വന്ന് അടിക്കരുത് നമ്മളെ മേലെ, ഭയങ്കര ഫോഴ്സിൽ അടിക്കരുത്. നമ്മൾ അങ്ങനത്തെ ഒരു കടൽ ഇതുവരെ കണ്ടിട്ടില്ല. വെള്ളത്തിലോട്ട് മൊത്തം മറിഞ്ഞ് ബോട്ട് ഫുള്ളായിട്ട് ടിൽറ്റ് ചെയ്യായിരുന്നു, ഒരു സൈഡിലേക്ക് ചെരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ആ ഒരു രാത്രി നമ്മൾ ഒരിക്കലും മറക്കില്ല. കേപ്പ് ടൗൺ റൗണ്ട് ചെയ്ത ആ ഒരു രാത്രി നമ്മൾ ഒരിക്കലും മറക്കില്ല. പിറ്റേ ദിവസം എങ്ങനെ കാണുമെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു, പക്ഷെ അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു. ചരിത്രദൗത്യം പൂർത്തിയാക്കി രണ്ട് വനിതാ നാവികർ ഇപ്പോൾ ഗോവൻ തീരം അടങ്ങിയിരിക്കുകയാണ്. ഒരു നാവിക ചരിത്രത്തിൽ തന്നെ ഒരു അധ്യായമാണ് ഇവർ എത്തിച്ചു വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 2-ന് ഗോവൻ തീരത്ത് തന്നെ യാത്ര തിരിച്ച ഇരുവരും 239 ദിവസത്തെ നാവിക പരിക്രമം പൂർത്തിയാക്കി തിരിച്ച് എത്തിയിരിക്കുകയാണ്. സാഹസികതയിൽ ഇന്ത്യൻ വനിതകൾക്ക് അതിർത്തികളിൽ നിന്ന് തെളിയിച്ച രണ്ടുപേരാണ് എന്നോടൊപ്പം. ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനാക്കെയും ലഫ്റ്റനന്റ് കമാൻഡർ രൂപയെയും. അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം, ദിൽനയ്ക്ക് കുട്ടിക്കാലത്ത് വെള്ളത്തെ പേടിയായിരുന്നു. ഇപ്പൊ ആ പേടി മാറിയോ? തീർച്ചയായിട്ടും പേടി മാറി. ഇത് ചെറിയ സമയത്ത് ഉണ്ടായിരുന്ന, ചെറിയ കുട്ടിയായ സമയത്ത് ഉണ്ടായിരുന്ന പേടിയായിരുന്നു. ഒരു 5th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡിൽ ഞാൻ സ്വിമ്മിങ് പഠിക്കാൻ പോയ സമയത്ത് വെള്ളത്തിന് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ നേവിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം സ്വിമ്മിങ് എല്ലാം നന്നായിട്ട് പഠിച്ചു. ഇപ്പം കംഫർട്ടബിൾ ആയി. പേടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ പേടി മാറുന്നത്. ഹിസ്റ്ററിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നതിന് ആദ്യം നിങ്ങൾ മറികടന്ന് കടപ്പ് ഭയം. തീർച്ചയായിട്ടും ഭയം ഇല്ലാന്നല്ല, ഭയം എൻ്റെ ജേർണിയിൽ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ചെറിയ സമയത്ത് ഭയം ഉണ്ടാവും. ആ ഭയം ചെറുതായിട്ട് നമുക്ക് വേണം. തീരെ ഇല്ലെങ്കിൽ നമ്മൾ ഓവർ കോൺഫിഡൻസ് ആയി പോകും. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. സോ ആ ഫിയറിനെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യാം, അതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് എക്സ്പീരിയൻസ് നിന്നും ഒരുപാട് നമ്മൾ സെയിൽ ചെയ്ത് അതേ സെയിം കണ്ടീഷനിലൂടെ നമ്മൾ ചാലഞ്ചസിലൂടെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് കിട്ടും. What prompted you to take this challenge? I like to put myself in challenging situations since I was a kid, and anything which challenges me gives me the drive and some excitement in life to look forward to something. So sailing was something which is challenging even today because it's a learning experience every day, and every day you learn something, and there's no end to learning as in any other field. So this is challenging, and so it's exciting. അച്ഛനെ കുറിച്ച് ഇന്നലെ ഒരുപാട് സംസാരിച്ചു, ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിച്ചു. അച്ഛൻ്റെ പ്രസൻസ് ഈ ജേർണിയിൽ മുഴുവൻ ഉണ്ടായിരുന്നു. വളരെ കറക്റ്റാണ് പറയുന്നത്. കാരണം അച്ഛൻ്റെ പ്രസൻസ് കംപ്ലീറ്റ് ജേർണിയിൽ എനിക്ക് തോന്നിയിരുന്നു. അച്ഛനെ പിന്നെ ഡ്രീം വരുമായിരുന്നു എനിക്ക്. നമ്മൾ ഒരു അറ്റ്ലാന്റിക് ഓഷനിലായ സമയത്ത് ഒരു ഡ്രീം വന്നായിരുന്നു, നിങ്ങൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ജേർണി, നിങ്ങൾ ഒന്നും കൂടി അലേർട്ട് ആവണം എന്ന് പറഞ്ഞിട്ട്. സോ ആ സമയത്ത് എക്സ്ട്രാ നമ്മൾ വാച്ച് ചെയ്യും, എക്സ്ട്രാ കോൺഷ്യസ് ആവും, എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ എന്നുള്ള അങ്ങനെ ചെറിയ ചെറിയ മെസ്സേജസ് ആയിട്ട് എനിക്ക് ഡ്രീം വരാറുണ്ടായിരുന്നു അച്ഛനെ പറ്റി. സോ അച്ഛൻ എൻ്റെ ഈ ഒരു ജേർണിയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കാനും ഇങ്ങനത്തെ ഒരു അഡ്വെഞ്ചറസ് ഒരു ആയിട്ടുള്ളൊരു ക്യാരക്ടർ എൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യണം എന്നുള്ളത്. അത് അച്ഛൻ മരിക്കുന്നതിന് മുമ്പാണെങ്കിലും ഞാൻ അച്ഛന് കൊടുത്തൊരു പ്രോമിസ് ആയിരുന്നു, ഞാൻ അത് ചെയ്യും എന്നുള്ളത്. സോ അതെനിക്ക് സക്സസ്ഫുള്ളി അച്ചീവ് ചെയ്യാൻ പറ്റി. പായ്ക്കപ്പലിൽ ലോകം ചുറ്റി തിരിച്ചു വന്നപ്പോൾ നൽകിയ സ്വീകരണത്തിൽ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനാക്കെ പറഞ്ഞത്, ഇതിന് പിന്നിൽ ശക്തിയായി പ്രവർത്തിച്ചത് 3 പേരാണ്. ഒന്ന് അച്ഛൻ, രണ്ടാമത് അമ്മ, മൂന്നാമത് ഭർത്താവ്. അമ്മയാണ് നമ്മൾക്ക് ചേരുന്നത്. നിങ്ങൾ 3 പേരുടെയും കാര്യം എടുത്തു പറയും. പ്രത്യേകിച്ച് അച്ഛനെ കുറിച്ചാണ് പറഞ്ഞത്. അച്ഛനാണ് ഈ നേട്ടം സമർപ്പിക്കുന്നതെന്ന്.
ചെറുപ്പം മുതലേ അച്ഛൻ അവൾക്ക് എന്തിനും സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് അവള് ചെറുപ്പം മുതലേ ബുള്ളറ്റ് ഓട്ടുന്ന കാര്യത്തിൽ ചെറുപ്പം മുതലേ അവൾ ബുള്ളറ്റ് ഓട്ടുന്ന ആളായിരുന്നു. ബുള്ളറ്റ് ഓട്ടാൻ പിന്നെ ക്രിക്കറ്റ് കളിക്കാൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോകുമായിരുന്നു. പിന്നെ റൈഫിൾ ഷൂട്ടിങ് എവിടെ ദൂരം വഴി പോകണമെങ്കിലൊക്കെ അവൾ ഒറ്റയ്ക്ക് വിടുക. അങ്ങനെ ഒരു ധൈര്യം ചെറുപ്പം മുതലേ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു വിധത്തിലൊന്നും തടസ്സം വന്നിട്ടില്ല. വലിയൊരു ദൗത്യത്തിൽ പോകുമ്പോൾ ഇതിന്റെ വെല്ലുവിളികൾ എന്താണെന്നോ പ്രതിസന്ധികൾ എന്താണെന്നോ എന്തെങ്കിലും അറിയായിരുന്നു? തുടക്കത്തിലൊന്നും അത്ര ചിന്തിച്ചിട്ടില്ല കടലിൽ പോവുക. പക്ഷെ ഇതിനെ പറ്റി അറിയില്ലായിരുന്നു. പക്ഷെ പിന്നെ ഓരോന്ന് കാണാൻ തുടങ്ങി. അഭിലാഷ് ടോമി സാറിൻ്റെ ഓരോ വീഡിയോസും ഒക്കെ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായി. അന്നൊക്കെ വല്ലാതെ എതിർത്തിരുന്നു. ഞങ്ങൾ ആർക്കും താല്പര്യമൊന്നുമില്ലായിരുന്നു എങ്ങനെ പോകുന്നത്. പിന്നെ അവർക്ക് പോകണം എന്നുള്ള നിർബന്ധമായി. ആ സമയത്ത് ഞങ്ങള് സമ്മതിച്ചു. എന്തായാലും ട്രെയിനിങ് അല്ലേ, അപ്പൊ ട്രെയിനിങ്ങിനൊക്കെ പോയി വരട്ടെ. ഇനി അത് കഴിഞ്ഞാൽ അവള് താനെ വേണ്ടാന്ന് പറയും. അപ്പം പക്ഷെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് വന്നു. പക്ഷെ അവർക്ക് പിന്നെയും പോകണം എന്നുള്ളൊരു ചിന്ത തന്നെയായിരിക്കും ഉള്ളത്. പിന്നെ അവളെ ഇഷ്ടമല്ലേ, അപ്പം ഞങ്ങൾക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റിയില്ല. സഹോദരി ഇങ്ങനെ ഒരു ദൗത്യം നടത്തുന്ന സമയത്ത് പലരും ചിന്തയുള്ള ഒരു സ്ത്രീയല്ലേ, ഒരു വനിതയല്ലേ, അവർക്ക് ഇത്രയും പോകാൻ കഴിയുമോ? അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു? അങ്ങനെ ഒരിക്കലും എന്റെ അനിയത്തിനെ പറ്റി എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവളിപ്പോ ചെറുപ്പം മുതലാണെങ്കിൽ പോലും എല്ലാം ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ചെറുപ്പത്തിൽ എനിക്ക് ഓർമ്മ എന്റെ കൂടെ കളിക്കാൻ വരാണ്ട് മരം കയറാൻ പോവാ. പിന്നെ അതേപോലെ ക്രിക്കറ്റ് കളിക്കുക ബോയ്സിന്റെ കൂടെ. അവിടെ വീടിന്റെ അടുത്ത് കുറച്ച് ബോയ്സ് ഉണ്ടാവും, അവരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുക. അങ്ങനെയൊക്കെ ഉള്ളൊരു വേറൊരു ടൈപ്പായിരുന്നു. അപ്പൊ എന്തൊക്കെയോ ചെയ്യണം എന്നുള്ളത് അന്ന് മുതലേ അവർക്കുണ്ടായിരുന്നു. പിന്നെ ആർമിയിലേക്ക് പോകണം എന്നായിരുന്നു മൈൻഡില്. അങ്ങനെയാണ് SSB എഴുതി നേവിയിലോട്ട് വന്നത്. അങ്ങനെയാണ് ആ നേവിയിലോട്ട് വന്നതുകൊണ്ടാണ് ഈ ഒരു ചാൻസ് അവർക്ക് കിട്ടിയത്. അപ്പൊ അതില് എനിക്കൊരു അവള് വിചാരിച്ചില്ലെങ്കിൽ അത് നേടിയെടുക്കും. എങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ റിമോട്ട് പ്ലേസിലെത്തിയ സമയത്താണ് താങ്കളുടെ വിവാഹ വാർഷികം വന്നതെന്ന് പറയുന്നത്. ആ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു ഒരു സ്ത്രീ എന്ന നിലയിൽ? പോയിന്റ് നീമോയിൽ എത്തിപ്പെടാൻ വേണ്ടി നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ കടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ പോകുന്ന റൂട്ടിൽ ഒരു ചെറിയ സ്റ്റോം ഉണ്ടായിരുന്നു. അപ്പൊ ആ സ്റ്റോമിലേക്ക് കടക്കണോ, സ്റ്റോം എത്തുന്ന സമയം, നമ്മൾ അവിടെ എത്തുന്ന സമയം ഏകദേശം ഒരു ടൈമിലാണ്. അപ്പൊ നമുക്കൊരു ഡിസിഷൻ എടുക്കണമായിരുന്നു. ഏതാണ് നമുക്ക് പോയിന്റ് നീമോനെ ഒഴിവാക്കി പോണോ, ആ ഒരു ഹിസ്റ്ററി നമുക്ക് ഉണ്ടാക്കണോ, അല്ലെങ്കിൽ സ്റ്റോമിനെ പേടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകണം എന്നുള്ളത്. പക്ഷെ നമുക്ക് ഒരു പോയിന്റിൽ നമുക്ക് ആ ഡിസിഷൻ എടുക്കേണ്ടി വന്നു. എല്ലാ ഡിസിഷനും ബോട്ടിലെടുക്കുന്ന നമ്മൾ രണ്ടുപേരും മാത്രമാണ്. അതിന് എന്ത് സേഫ്റ്റി കൺസേൺ ഉണ്ടായാലും, ഡേഞ്ചറസ് ആണെങ്കിലും എന്തായാലും അത് നമ്മൾ തന്നെ അതിന്റെ കോൺസിക്വൻസസ് നമ്മൾ തന്നെ നേരിടണം. അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്തു, എന്ത് വന്നാലും വേണ്ടില്ല, നമ്മൾ പോയിന്റ് നീമോയിൽ പോകും. അവിടെ ആരും ഇതുവരെ പോയിട്ടില്ല, ഇന്ത്യയിൽ ഒരാളും പോയിട്ടില്ല, ഒരു സെയിൽ ബോട്ടിൽ ആരും പോയിട്ടില്ല. സോ എക്സാക്ട് കോർഡിനേറ്റ്സ് നമ്മൾ നോട്ട് ചെയ്ത് ആ എക്സാക്ട് കോർഡിനേറ്റ്സിൽ നമുക്ക് നമ്മളെ സെയിൽ ബോട്ട് വെച്ചിട്ട് ക്രോസ് ചെയ്യാൻ പറ്റി. അതൊരു വളരെ വലിയ മൊമെന്റ് ആയിരുന്നു. ആൻഡ് ഒരു കോയിൻസിഡൻസ് ആയിരുന്നു. അതെന്റെ വെഡിങ് ആനിവേഴ്സറിയും കൂടി ആയിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഒരു മെസ്സേജ്, അവിടെ നെറ്റ്വർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് ഒരു മെസ്സേജ് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മുടെ എക്സാക്ട് കോർഡിനേറ്റ്സിന്റെ വീഡിയോസ് എടുക്കാൻ പറ്റി. സോ ഒരു വളരെ ഒരു പവർഫുൾ മൊമെന്റ് ആയിരുന്നു. ബിക്കോസ് അതൊരു ഇമാജിനറി പോയിന്റ് ആണ്. ഒരു വാട്ടർ ബോഡിയിൽ ഒരു ഇമാജിനറി പോയിന്റ് ആണ്, അവിടെ ഒന്നും ഇല്ല. പക്ഷെ അത് ആ ഒരു പോയിന്റിൽ എത്തി, അത് നമ്മളാണ് ഫസ്റ്റ് എത്തിയെന്നുള്ള ഒരു ഇതിന് വളരെ സന്തോഷമാണ്. കടലിൽ ഇപ്പം 8 മാസമായിട്ട് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കടലിൽ ഒരുപാട് അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടീസ് ഉണ്ട്, ചാലഞ്ചസ് ഉണ്ട്. പക്ഷെ കടൽ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. അവിടെ എത്ര ചാലഞ്ചസ് ആണെങ്കിലും കൂടെ അവിടെ നമ്മൾ ഒരുപാട് പഠിക്കും. അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ട്, പിന്നെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ അതിജീവിച്ച് നമ്മൾ സക്സസ് കാണുന്ന ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ആണ്. പിന്നെ ഏതൊരു പോയിന്റ് വെച്ചിട്ട് ഫുൾ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്കൗട്ടായി പോയി പറഞ്ഞിരുന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് പോയെന്ന് പറഞ്ഞിരുന്നു. അതെന്തായിരുന്നു? നമ്മുടെ ബോട്ടിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് എല്ലാം ഉണ്ട്. എല്ലാം ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ദിവസം ഒരു സ്റ്റോം അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ്, ആ സ്റ്റോം ഇന്റൻസിഫൈ ചെയ്യാൻ ഒരു 3-4 മണിക്കൂറിന്റെ മുമ്പ് നമുക്ക് പെട്ടെന്നൊരു അലാം വന്നു. നമ്മുടെ GPS പോയി, നമ്മുടെ ബോട്ടിന്റെ ഹെഡിങ് പോയി. ബോട്ടിന്റെ ഹെഡിങ് പോയാൽ നമുക്ക് എവിടെ ബോട്ട് ഫേസ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല, നമ്മൾ എവിടേക്കാണ് പോകുന്നത് അറിയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ വിൻഡ്, ഈ സെയിലിംഗ് വെസൽ മൊത്തം വിൻഡിലാണല്ലോ പോകുന്നത്. സോ വിൻഡിന്റെ ഇൻസ്ട്രുമെന്റ്സ് കേടായി. അങ്ങനെ ഓട്ടോ പൈലറ്റിലാണ് ബോട്ട് പോകുന്നത്. ഓട്ടോ പൈലറ്റിന്റെ ഡ്രൈവ് സ്റ്റോപ്പായി. സോ ബാക്ക് ടു ബാക്ക് ഓരോ അലാം വന്നോണ്ടിരിക്കുകയായിരുന്നു. സോ നമുക്ക് മനസ്സിലായില്ല എന്താണ്, എവിടെയാണ് പോകുന്നത്. ബിക്കോസ് എവറിഥിങ്, എല്ലാം കാര്യം നടന്നത് ജസ്റ്റ് ഒരു മിനിറ്റിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്.
അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾക്ക് നേവി അത്രയും നല്ല ട്രെയിനിങ് തന്നിട്ടുണ്ട്. ആ ട്രെയിനിങ് വെച്ചിട്ട് നമുക്ക് അതിനെ അതിജീവിക്കാൻ പറ്റി. നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഫിക്സ് ചെയ്തു. ഒരു 3 മണിക്കൂർ എടുത്തു എല്ലാം ഫിക്സ് ചെയ്യാൻ. ആ 3 മണിക്കൂർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടൈമായിരുന്നു. ബിക്കോസ് നമ്മുടെ പസഫിക് ഓഷ്യൻ്റെ സെൻറ്ററിലായിരുന്നു. അവിടെ ഒരാൾക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3-4 ദിവസങ്ങൾ എടുക്കും. ഈവൻ ആർക്ക് എത്തിപ്പെടണേ നമ്മളെ രക്ഷിക്കണമെങ്കിൽ. സോ കുറച്ച് നമ്മൾ കടലിൽ ലോസ്റ്റ് ആയി പോകുന്ന ഒരു തോന്നി. പക്ഷെ നമ്മൾ ട്രെയിനിങ് കാരണം നമുക്ക് അതിനെല്ലാം ഫിക്സ് ചെയ്തിട്ട് പിന്നെയും നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഡ്രേക്ക് പാസേജ് ആയിരുന്നു ഏറ്റവും ചീത്ത ആയിട്ടുള്ളൊരു സൈക്ലോൺ നമുക്ക് വന്നത്. അവിടെ ഡ്രേക്ക് പാസേജ് എന്ന് പറഞ്ഞാൽ അവിടെ മൗണ്ട് എവറസ്റ്റ് ഓഫ് സെയിലിംഗ് എന്നാണ് പറയുക. ആ ഒരു ഏരിയ അതിന് വളരെ വലിയ വേവ്സും വളരെ വലിയ തരമാലയും വളരെ വലിയ ഫോഴ്സായിട്ട് വരുന്നൊരു സ്ഥലമാണ് അവിടെ. അപ്പം അവിടെ റൗണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ സെയിലറിനും അനുസരിച്ച് വലിയൊരു കാര്യമാണ്. കുറേ പേര് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് നമുക്ക് തിരമാലകളെല്ലാം വന്ന് അടിക്കരുന്നു നമ്മളെ മേലെ, ഭയങ്കര ഫോഴ്സിൽ അടിക്കരുന്നു. നമ്മൾ അങ്ങനത്തെ ഒരു കടൽ ഇതുവരെ കണ്ടിട്ടില്ല. ബോട്ടെല്ലാം ഒരു സൈഡിലേക്ക് ടിൽറ്റ് ചെയ്ത് ബോട്ടിന്റെ ബൂം എന്നുള്ള ഒരു പാട്ടുണ്ട്, അത് വെള്ളത്തിലോട്ട് മൊത്തം മറിഞ്ഞ് ബോട്ട് ഫുള്ളായിട്ട് ടിൽറ്റ് ചെയ്യായിരുന്നു. ബോട്ട് ഫുൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ആ ഒരു രാത്രി നമ്മൾ ഒരിക്കലും മറക്കില്ല. കേപ്പ് കോൺ റൗണ്ട് ചെയ്ത ആ ഒരു രാത്രി നമ്മൾ ഒരിക്കലും മറക്കില്ല. നമ്മൾ പിറ്റേ ദിവസം എങ്ങനെ കാണുമെന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അതൊരു വലിയൊരു ചലഞ്ചായിരുന്നു. നമ്മുടെ പെൺകുട്ടികൾ ലോകം ചുറ്റി എത്തിയ വായുവഞ്ചിയുടെ ഓഫീസർ ഇൻചാർജ് ക്യാപ്റ്റൻ പ്രശാന്ത് മേനോനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അഭിമാനകരമായ നേട്ടമാണ് INS തരണി. ഇത് 2ാമത്തെ എക്സ്പെഡിഷനാണ് വിജയകരമായി പൂർത്തിയാകുന്നത് അല്ലേ? ഇത് 2ാമത്തെ വിമൻ ഓഫീസേഴ്സിന്റെ എക്സ്പെഡിഷനാണ് സക്സസ്ഫുൾ ആയിട്ട് പൂർത്തിയാക്കിയേക്കുന്നത്. INS തരണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിർമ്മിച്ച വായുവഞ്ചിയാണല്ലേ? അതെ, ഇന്ത്യയിൽ നിർമ്മിച്ചതാണ്. ഇതിന്റെ കൺസ്ട്രക്ഷൻ കണ്ടിട്ട് എല്ലാ പോർട്ടിലും everybody has said it's an excellent boat. It is an extremely well built boat. അതാണ് ഓഷ്യൻ സെയിലേഴ്സ് അക്രോസ് ദ ഗ്ലോബ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇതിനോടും വിവരം സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇത് അറ്റ്ലാന്റിക്കിലാണെന്ന് തോന്നുന്നു. അവിടെ വെച്ചിട്ട് ടിൽറ്റ് ചെയ്തു, ബ്രേക്ക് പാസേജിനോട് വെച്ച് ടിൽറ്റ് ചെയ്തു പോയി. ഇതിന് പറയുന്ന നോക്ക് ഡൗൺ എന്നാണ് പറയുന്നത്. അന്റാർട്ടിക് ഐലൻഡും സൗത്ത് അമേരിക്കൻ നടുക്കിലുള്ള ഒരു ചെറിയ പാസേജാണ്. അവിടെ കറണ്ട്സ് പലയിടത്തുനിന്നും വരുന്നുണ്ട്. അന്റാർട്ടിക്കയിൽ ഇടിച്ചു വരുന്നുണ്ട്, പിന്നെ വെസ്റ്റ് സൈഡും ഈസ്റ്റ് സൈഡും സൗത്ത് അമേരിക്കൻ കറണ്ട്സ് വരുന്നുണ്ട്. അത് ഒരു ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ സീ എപ്പോഴും കൺഫ്യൂസ്ഡ് സീയാണ്. പിന്നെ ഉള്ളത് ആ സമയത്ത് ഒരു ചെറിയൊരു സൈക്ലോണോ മഴയോ അങ്ങനെ വല്ലതും വരുമ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ, ഈ 5 കാര്യങ്ങളുടെ കോമ്പിനേഷൻ വരുമ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ട് സിറ്റുവേഷൻ വരും. അഭിലാഷ് ടോമിയുടെ ഗോൾഡൻ ഗ്ലോബ് റേസിലും ഇതേപോലെ നോക്ക് ഡൗൺ വരും. ബോട്ട് ഫുള്ളായിട്ട് മറിഞ്ഞിട്ട് തിരിച്ചു വരിക. അങ്ങനെ വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഇത് സെഞ്ചുറീസിൻ്റെ കണക്ക് കൂട്ടുകയാണെങ്കിൽ പല ഷിപ്സും അവിടെ പോയിട്ട് ഡാമേജ് ആയിട്ടുണ്ട്, സിങ്ക് ആയിട്ടുണ്ട്. പക്ഷേ they were very confident, very brave and very professional. ഈ 3 ആസ്പെക്ട്സ് കാരണമാണ് അവർ ബൈ ദംസെൽസ് ചെയ്തത്. ആൻഡ് ദി അതർ ആസ്പെക്ട് ഇസ് ദാറ്റ് they were trained. തരണി ഷിപ്പാണ്, 56 അടിയുള്ള വെസലാണ്, അത്രയേ ഉള്ളൂ സൈസ് ഇതിൻ്റെ. ബോട്ടിനെ സ്റ്റിയർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ ഹാർബറിൽ എൻട്രിങ് ലീവിങ് ചെയ്യുമ്പോൾ ദിൽനെയോ റിപ്പോ ആരെങ്കിലും ഇവിടെ ഈ ബോട്ടിൽ ഇത് ഹാൻഡിൽ ചെയ്തിട്ടാണ് സ്റ്റിയർ ചെയ്യുന്നത്. കടലിൽ പോയി കഴിഞ്ഞിട്ട് ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അത് സെറ്റ് ചെയ്ത് വയ്ക്കാം. പക്ഷെ ഓട്ടോ പൈലറ്റ് വിൻഡിൻ്റെ ബേസിസിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് അരമണിക്കൂറിൽ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാതെ ഇത് ആ പരിപാടികളൊക്കെ ചെയ്യണം. പിന്നെ ഈ കാണുന്നത് സെയിൽ ഹോയിസ്റ്റ് ചെയ്യാനും ലോവർ ചെയ്യാനുമാണ് ഈ പല വിഞ്ചസ്. ഇത് വിഞ്ചസ് തിരികെ ഈ കയറിനെ വലിക്കാനും ചെയ്യാനും ഉള്ളതാണ്. ഒരു അമ്മിക്കല്ലിനെ പോലെ. പക്ഷേ ഫിസിക്കലി ചാലഞ്ചിങ് ആണ് ഇത്. ഇത് വെച്ചാണ് സെയിലിൻ്റെ ഡയറക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് വെസലിൻ്റെ ഉള്ളിലെ ഭാഗം. ഇതാണ് ബോട്ടിൻ്റെ ഓപ്പറേഷണൽ പാനൽ. ഇതിൽ മാപ്പ് വരും. ഇത് GPS, ഇത് സാറ്റലൈറ്റ് ടെലിഫോൺ, പിന്നെ ഇത് VHF കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഷിപ്സിൻ്റെ കൂടെ സംസാരിക്കാൻ ഇതാണ് ഓപ്പറേഷൻ സെൻറ്ററിൻ്റെ കൂടെ സംസാരിക്കുന്ന ആ എക്യുപ്മെൻ്റാണ്. ഈ മാപ്പിൽ കൂടെയാണ് അവർ
ലോകം സഞ്ചരിക്കാനുള്ള സഹായം കിട്ടും. ഇത് നമ്മുടെ കുക്കിംഗ് സ്റ്റവ്. ഈ കുക്കിംഗ് സ്റ്റവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ജിമ്പലാണ്. ഇത് റോളും പിച്ച് ചെയ്യുമ്പോൾ ഇത് അതിലൂടെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് മുന്നിലുള്ളൊരു എക്സ്പീരിയൻസ് പേഴ്സൺ താങ്കളായിരുന്നു. താങ്കളുടെ കയ്യിൽ നിന്ന് അഡ്വൈസ് എടുത്തിട്ടാണ് അവർ പോയത്. താങ്കളുടെ മനസ്സിൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു ആശങ്ക ഉണ്ടായിരുന്നോ? ആശങ്കയൊന്നുമില്ലായിരുന്നു. ഇവർ പോകുന്നതിന് മുമ്പ് ഐ വാസ് വെരി ഷുവർ ഇത് 100% കംപ്ലീറ്റ് ആവും. ബട്ട് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവർ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും ആൻഡ് ദേ ഹാഡ് ടു ഗോ ത്രൂ ദാറ്റ് എക്സ്പീരിയൻസ്. സോ ചിലപ്പം ബോട്ടിനവർക്ക് ഡാമേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് അതല്ലാതെ പൂർത്തിയാവുന്ന എനിക്ക് 100% ഷുവർ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ ചിലപ്പോൾ വിളിക്കുമായിരുന്നു, സാറേ ഇവിടുന്ന് ഈ ഒച്ച വരുന്നുണ്ട്, അവിടുന്ന് ഏതാണ്ട് ഈ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, കടൽ ഭയങ്കര ശക്തമായിട്ട് കാറ്റൊക്കെ ഒക്കെ പറയുമായിരുന്നു. ഇങ്ങനത്തെ സൗണ്ടൊക്കെ സാധാരണ ഒരു കൊടുങ്കാറ്റ് വരുന്ന സൗണ്ടാണ്. ഈ കയറൊക്കെ കുറച്ച് സ്ട്രെച്ച് ആകുമ്പോൾ കുറക്കുന്ന സൗണ്ട് വരും, സ്റ്റിയറിംഗിൽ നിന്ന് കുറച്ച് സൗണ്ട് വരും, ഫ്രിക്ഷനൊക്കെ കൂടും. അതൊക്കെ സാധാരണ. അപ്പം ഞാൻ ഇതെല്ലാം അനുഭവിച്ച കാരണം ഐ കുഡ് ടെൽ ദം ഇറ്റ്സ് ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന എവറിത്തിങ് ഇസ് നോട്ട് ഗുഡ്. എന്താണ് അവർ കണ്ടൊരു പോസിറ്റീവ് എന്തായാലും പറഞ്ഞാൽ കേൾക്കും. അപ്പം ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുക്കുക, ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുക്കുക, അടുത്ത 100 പ്രാവശ്യം കൃത്യം അതുപോലെ തന്നെ അവർ ചെയ്തു. മനോഹരമായ മൂവ്മെന്റ് ഏതായിരുന്നു? പുറപ്പെടുമ്പോഴാണോ തിരിച്ചെത്തുമ്പോഴാണോ അത് രണ്ടും നല്ലതായിരുന്നു, രണ്ടും ഡിഫറെൻ്റ് ആയിരുന്നു. പോകുന്ന സമയത്ത് ഒരുപാട് മുമ്പോട്ടുള്ള ജേർണീനെ പറ്റിയുള്ള ഒരുപാട് ആശങ്കകളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ വരുന്ന സമയത്താണെങ്കിൽ ഫാമിലീസിനെ എല്ലാം കാണുന്നതിനുള്ള സന്തോഷം, എക്സൈറ്റ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഈ ജേർണി എൻ്റെ ആവുന്നതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളത് ചാലഞ്ചസ് ഏറ്റെടുക്കുക, ലൈഫിൽ ഒന്നിനും പേടിക്കരുത്. എല്ലാ ചാലഞ്ചസും ഏറ്റെടുക്കുക, എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഏറ്റെടുക്കുക, എന്നിട്ട് അത് ചെയ്ത് നോക്കുക. നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ കാലിബർ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതിന് കുറച്ച് സമയം കൊടുക്കണം. 1 മാസം 2 മാസം മാത്രം അത് ചെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് അറിയാനില്ല നമ്മളതിൽ നല്ലതാണോ അല്ലേന്ന്. ഞാനിപ്പോൾ സെയിലിംഗ് ചെയ്ത് എനിക്ക് മനസ്സിലായ, എൻ്റെ ഉള്ളിൽ ആ സെയിലിംഗ് സ്കില്ലുണ്ടെന്ന് മനസ്സിലായത് തന്നെ എനിക്ക് കുറച്ച് ടൈം എടുത്തിട്ടാണ്. സോ ആ ഒരു പേഷ്യൻസ് നമുക്ക് വേണം. സോ ടേക്ക് റിസ്ക് ഇൻ ലൈഫ്. എനിക്ക് എല്ലാ പാരൻസിനോടും പറയാനുള്ളത്, കുട്ടികൾക്ക് എന്താണോ ആഗ്രഹമുള്ളത്, അവരുടെ ഡ്രീം എന്താണോ എന്നുള്ളത് മനസ്സിലാക്കി അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഈ ഡ്രീം ഇല്ലെങ്കിൽ ഒരു ഡ്രീം വെക്കാൻ വേണ്ടി പറയണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡ്രീം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. It's better if I don't explain more about it, because my mom has already started asking me questions. What did you mean by that? I meant that I would continue sailing, and whatever opportunities are available, I'm looking forward. So do you have any plan to go solo? Yes, I would like to, and let's see where life takes. But what is your message to the parents who have girl child? Believe in your girl child and believe in your child, and if you let her go out of her comfort zone to be herself, you will be surprised what she can achieve. തീർച്ചയായിട്ടും ഇതാണ് ഈ രൂപയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മളുടെ കുട്ടികളെ ഇവരെ പോലെ വളർത്തണം. കാരണം സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായാൻ അവരെ പ്രാപ്തരാക്കണം, അവരെ പിന്തുണയ്ക്കണം. അങ്ങനെ ചെയ്താൽ അവർ നമ്മളുടെ മുന്നിൽ അത്ഭുതങ്ങൾ കാണിക്കും. ആ അത്ഭുതങ്ങളാണ് ഈ രണ്ടുപേരും. ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ പുതിയ മുഖമാണ് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെയിലൂടെയും ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എയിലൂടെയും നമ്മൾ കണ്ടത്. ഇവരിൽ പ്രചോദിതരായി ഇനിയും ഇന്ത്യൻ സ്ത്രീകൾക്ക് മുന്നേറാൻ കഴിയട്ടെ. തോമസിനൊപ്പം മാതൃഭൂമി ന്യൂസ്, ഗോവ.